എറണാകുളത്ത് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയിലെത്തിയത് കവർച്ചാ സംഘമെന്ന സംശയം. പോലീസ് നടത്തിയ പരിശോധനയിൽ രാജസ്ഥാൻ സ്വദേശികളായ 2 പേരെ പിടികൂടി. ഒരാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. കണ്ടെയ്നർ ലോറി നെട്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവമി വിവരങ്ങളുമായി. നവമി, എന്താണ് വിശദാംശങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഈ കണ്ടെയ്നർ ലോറിയിൽ എത്തിയവരെ പരിശോധിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തായാലും ഒരു സിനിമാ കഥയെ പോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ നെട്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ പുലർച്ചെ നെട്ടൂർ പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നുണ്ട്. ഊട്ടിയിൽ നിന്നും കാർ മോഷ്ടിച്ച സംഘം ഒരു കണ്ടെയ്നർ ലോറിയിൽ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന്. ഇതിന്റെ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ലോറി, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം, ഈ ലോറി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പോലീസ് ഇത് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. ഇതിൽ പരിശോധിച്ചപ്പോൾ ഇതിന്റെ ഉള്ളിൽ കാർ ഉണ്ടായിരുന്നില്ല, AC-യും അങ്ങനെ കുറച്ച് സാധനങ്ങളും അതോടൊപ്പം ഒരു ഗ്യാസ് കട്ടറും ഉണ്ടായിരുന്നു. ഇതാണ് പോലീസിന് സംശയം ഉണർത്തിയത്. ഉടനെ തന്നെ പോലീസ് ഇതിലുണ്ടായിരുന്ന 3 പേരെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. 3 രാജസ്ഥാൻ സ്വദേശികളാണ്. ഈ 3 പേരെയും പിടികൂടി നെട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. സ്റ്റേഷനിലെത്തിച്ചപ്പോൾ പുലർച്ചെ 1 മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇതിൽ 3ാമത്തെ ഒരാൾ ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും സ്റ്റേഷന്റെ ഉള്ളിലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബാത്റൂമിന്റെ ഉള്ളിലെ ജനൽ പൊളിച്ച് ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെ 3ാമത്തെ ഒരാൾക്കായി വേണ്ടിയിട്ടുള്ള അന്വേഷണം നെട്ടൂർ പോലീസ് ഊർജിതമായി തുടരുകയാണ്. മറ്റ് 2 പേരും ഇപ്പോൾ നെട്ടൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതാരാണ്, ഇവർ പിടിയിലായത് ആരൊക്കെയാണ്, ഇവർ എന്താണ് ഈ വാഹനത്തിൽ കടത്തിയത്? കാർ അങ്ങനെയാണെങ്കിൽ കാർ ഈ കണ്ടെയ്നറിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കാർ മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടാണോ ഇവർ ഈ ലോറിയുമായി പിന്നീട് ഈ കൊച്ചിയിലേക്ക് വന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നാണ് ഒരു പ്രതി ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള എവിടെ നിന്നാണ് ഇവർ ഈ കാർ മോഷ്ടിച്ചത്? ഇത്രയും വലിയൊരു കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് വലിയൊരു സംഘമായിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നത്? അങ്ങനെ നിരവധി കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ശ്രീജ, എന്തായാലും ഇപ്പോൾ പോലീസ് നെട്ടൂർ പോലീസ് സ്റ്റേഷന് ഈ ലോറി പിടിച്ച് ഇട്ടിരിക്കുകയാണ്. മറ്റ് 2 പേരെയും സ്റ്റേഷനുള്ളിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഓടിയ 3ാമനായി പോലീസിന്റെ അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി പറഞ്ഞത് കറക്റ്റാണ്. ഒരു സിനിമാ കഥയെ ഒക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലറാണ് ഇപ്പോൾ നെട്ടൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്.